അതായത് അവരുടെ ക്ലാസ്സൊക്കെ പൂട്ടി. അപ്പൊ അതാണ് അവരുടെ ബുക്കൊക്കെ എടുത്തിട്ട് ഞാനിനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവൂല. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബുക്കൊന്നും ഇവിടെ കിട്ടൂല. ഇതിന്റെ ഓരോ പേജ് ഇനി ബുക്കൊക്കെ എടുത്തെടുത്ത് വരച്ച് തീർക്കും. വരച്ച് മാത്രമല്ല ചിലപ്പോൾ കീറുകയും ചെയ്യും. അതിനു മുമ്പ് ഞാനപ്പോൾ ഈ ബുക്കൊക്കെ കൈയോടെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ തന്നെ അവരെ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പം ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഈ ബുക്കൊക്കെ എടുത്ത് ഞാൻ ഒന്ന് പൊക്കത്തേക്ക് എടുത്ത് വെക്കും. എനിക്ക് കളയണ എനിക്ക് ഇഷ്ടമല്ല ബുക്കൊന്നും. അപ്പം അത് കാരണം എല്ലാ ബുക്കും പൊക്കത്തിരിപ്പുണ്ട്. അപ്പം എല്ലാവരും പറയാറുണ്ട് ഈ ബുക്കൊക്കെ ഒന്ന് ആർക്കെങ്കിലൊക്കെ കൊടുത്തുകൂടെയെന്ന് വെച്ചാൽ ആർക്കും കൊടുക്കാന്ന് വെച്ചാൽ ആരും വാങ്ങിക്കൂല. എന്ന് വെച്ചാൽ ഇവരുടെ സ്കൂളിൽ തന്നെ പുതിയ ബുക്ക് വാങ്ങിക്കണമെന്ന് ഓർഡറാണ്. അപ്പോൾ അത് കാരണം ബുക്ക് ആരും വേറെ ബുക്കൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ട്യൂഷൻ ക്ലാസ് എടുത്താൽ മിസ് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അതിന് മുമ്പ് നേരത്തെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് വേറെ പിള്ളേർക്ക് പഠിക്കാമല്ലോ എന്നുള്ള ഇതിലല്ലാണ്ട് അവർക്ക് അവർ സ്കൂളിൽ തന്നെ ബുക്ക് വാങ്ങിച്ചാൽ അവർ ശരിയാവുള്ളൂ. അപ്പോൾ അത് കാരണം ഇതൊക്കെ ഞാൻ പൊക്കത്തേക്ക് വെക്കാൻ വേണ്ടി പോണേണ്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ക്യാരംസ് ബോർഡ് കഴിഞ്ഞ വെക്കേഷൻ എടുത്ത് മാറ്റി വെച്ചാണ്. അപ്പം ഇനി ഈ വെക്കേഷൻ അതിൽ എടുത്ത് കൊടുക്കാമെന്ന് ഓർത്ത് ക്യാരംസ് ബോർഡ്. അപ്പോൾ ഇതൊന്ന് പൊടിയൊക്കെ എടുത്ത് തട്ടിക്കളഞ്ഞ് കൊടുക്കണം. എന്ന് വെച്ചാൽ പൊടിയും പൂപ്പലൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പണി നോക്കണം. എന്നിട്ട് വേണം ഇനി അതൊന്ന് ശരിയാക്കാനായിട്ട്. അപ്പൊ ക്യാരംസ് ഒക്കെ ഞാൻ ഇവിടെ തന്നെ ചെയ്യാന്ന് ഓർത്തിരിക്കണേണ്. അപ്പൊ എന്താണ് ബാഡ്മിന്റൺ ഷട്ടിൽ ബാറ്റ്. അപ്പൊ ഇത് ഷട്ടിൽ ബാറ്റിന്റെ പേര് മറന്നുപോയി. അപ്പൊ ഷട്ടിൽ ബാറ്റ് അപ്പൊ ഇവിടെ തന്നെ നോക്കുന്നത് അവരുടെ സുഖത്തിന് വേണ്ടി ഇവിടെ തന്നെ ഒരാൾ കയ്യെത്തില്ല, ഒരാൾ കയ്യെത്താം. കാരണം മുകളിലേക്ക് ഒന്നും വെച്ചിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ കളിക്കണമെങ്കിൽ ആ സമയം കളിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ മുമ്പിൽ തന്നെ ഇരിക്കും. അപ്പൊ അത് കാരണം അതെടുത്തല്ലേ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ അന്ന് ഇതേപോലെ തന്നെ സോണി ഒതുക്കിയപ്പോഴും കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്താന്ന് വെച്ചാൽ കാർഡ്, പോക്കിമാന്റെ കാർഡ്, പിന്നെ വീഡിയോ ഗെയിം, പിന്നെ ക്യാരംസിന്റെ കുറെ കോയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാരംസിന്റെ ഇതിന്റെ ക്രിസ്റ്റലിന്റെ പിന്നെ മരത്തിന്റെ എല്ലാം ഉണ്ട്. പിന്നെ കളിക്കാൻ മാത്രം പിള്ളേരില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. നിങ്ങൾക്ക് മടിയാണെന്നെ കളിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇതിനുള്ളിൽ ഇരുന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതിൽ തന്നെ വെച്ചാൽ മതിയാണ്. നമുക്കത് കുഴപ്പമില്ലല്ലേ. പൊടിയൊന്നും കാണില്ലെന്നും പറഞ്ഞ് നടക്കണമായിരുന്നു. അതൊക്കെ ഇത് അന്ന് കഴിഞ്ഞ വർഷത്തെ വെക്കേഷൻ ഇതെല്ലാം എടുത്ത് വെച്ചേക്കണം. ഇപ്പോഴാണ് ഒന്ന് എടുത്തേക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഒന്ന് വെക്കാന്ന് ഓർത്ത് ആകുമ്പോഴേക്ക് വർക്ക് പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞൂസിന്റെ പാവയുടെ പോലെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം എന്താണ്ടൊക്കെ വെച്ച് കെട്ടിയൊക്കെ കൊടുത്തേക്കണം. എന്താണ് പാവ ഒരു പിന്നെ എന്താണ് വാട്ടർ കളർ പിന്നെ വേണം. കുഞ്ഞൂസിന് ഏതുനേരം വാട്ടർ കളർ തന്നെ വേണം. ഏതുനേരം വരയിരിക്കും. ടി വി പോയി കഴിഞ്ഞാൽ പിന്നെ വരയുണ്ടാവും. പിന്നെ ലുഡു ബോർഡിന്റെ അപ്പൊ ഇത് കാ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അപ്പോഴും പറയാൻ കിടപ്പുണ്ട് ലുഡു ബോർഡിന്റെ കാ വാങ്ങിക്കണമെന്നും പറയാൻ കിടപ്പുണ്ട്. ഇതിന് ബാറ്ററി ഇല്ല, അത് വാങ്ങിച്ചിട്ട് കൊടുക്കണം. ഇതൊക്കെ തന്നെയുണ്ട്, കളിക്കാണ സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ എന്താ എടുക്കലെന്ന് മാത്രം. ഇനി 2 മാസം നമുക്ക് നോക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് ടിവിയുടെ മുമ്പിൽ തന്നെയാണ്. ടിവിയുടെ മുമ്പിലും പിയാന്റെ മുമ്പിൽ തന്നെ ആയിരിക്കും അത് നേരം. ഇതൊക്കെ പിന്നെ ഒരു യൂണിക്കോൺ ഉണ്ട്. യൂണിക്കോൺ പൊക്കത്ത് വെച്ചിട്ട് അത് അഴുക്കായിട്ടിരിക്കണേണ്. അത് നലക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്, തിരുമ്പി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും നാളെ തിരുമ്പി തരാന്ന് പറഞ്ഞേക്കണേണ്. അപ്പോൾ കുറച്ച് ദിവസം പിന്നെ ഈസ്റ്ററൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ തിരുമ്പി തരാം എന്നുള്ള ഇതിനു വേണ്ടി ഞാൻ നിർണ്ണയിച്ചത്. യൂണിക്കോൺ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇതാണ് യൂണിക്കോൺ മാത്രമല്ല ഡോറ ബുജി ഡോറ ഉണ്ടായിരുന്നു. ഡോറ മാത്രം പിന്നെ ഒരു കരടി ഉണ്ടായിരുന്നു. ഡോറനെ വേണ്ടാന്ന് പറഞ്ഞു. വലുതായി കഴിഞ്ഞപ്പോ എന്റെ മോക്ക് കുഞ്ഞൂസിന് ഡോറ വേണ്ട അമ്മ, അത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തോന്ന് ഡോറ ഒരു കരടി ഉണ്ടായിരുന്നു. അതിങ്ങനെ അപ്പൊ അതിനെന്താ ചെയ്തോന്നും പറഞ്ഞ് എനിക്കൊരു തന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഈ സാധനം കഴുകി തരാം എന്ന് വെച്ചാൽ ബെഡിൽ മാത്രം കിടത്തില്ല. അവനും മൂക്കിന് എപ്പോഴും മൂക്കിന് ഇതുപോലെയുള്ള കാരണം. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതിൽ കൂടെ കിടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വഴിയെ കാണാം. അപ്പൊ ശരിയാ. അപ്പൊ ഇനി വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി പോണേണ്. ഇനി 2 മാസം. അപ്പൊ അതിനു മുമ്പ് അവര് പറഞ്ഞായിരുന്നു ഇനി ഈസ്റ്റർ കഴിയുമ്പോഴേക്കും അവര് ട്യൂഷന് വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പൊ രാവിലെ ഇനി ട്യൂഷൻ വിടുന്നുള്ള ഇതിലാണ് നിൽക്കണത്. അപ്പൊ കുറച്ച് മടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു 10 മണി തൊട്ട് 12 മണി വരെ ഉള്ളു, 12:30 വരെ ഉള്ളു, അങ്ങോട്ട് പോയിക്കോ, കുറച്ച് നേരത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സ്മോളിൽ നിപ്പുണ്ട് എന്താണെന്നുള്ളത്. അപ്പൊ എല്ലാം വഴിയെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, അപ്പൊ ഒരാൾ പിയാണ്ടൂരിലും ഒരാൾ തീവിടൂരിൽ തന്നെയാണ്. അപ്പൊ നേരം അപ്പൊ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ കണ്ടിരിക്കണ്ട. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും എന്നെ സഹായിക്കാനായിട്ട് വാ പറയുമ്പോ തന്നെ വരെയൊക്കെ ചെയ്യും കേട്ടോ. എന്നോട് തുണി മുളക്കാനായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ അപ്പൊ തന്നെ ആള് ഒക്കെ 2 പേരൊക്കെ ഓടി വരാറുണ്ട്.
അപ്പൊ കുറച്ചു നേരത്തെ കാര്യമല്ലേന്ന് ഓർത്തിട്ടാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് തന്നെ ടി വി ഒക്കെ ഇങ്ങോട്ട് ഓഫ് ആക്കോട്ടെ. പിന്നെ അതേപോലെ സോണി പറഞ്ഞായിരുന്നു ഇങ്ങനെ സുവിശേഷപ്പെട്ടി എന്ന് വെച്ചാല് ഇങ്ങനെ വചനങ്ങൾ എഴുതുന്ന സുവിശേഷപ്പെട്ടിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഇവര് സ്കൂളിൽ പോകുമ്പോഴേക്കും അതൊക്കെ ഇതാക്കിയിട്ടാണ് നോക്കിയിട്ട് വായിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഓർഡർ തെറ്റിയായിരുന്നു കടന്നേച്ചത്. അപ്പൊ ഒന്ന് നേരെയാക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ എന്നെ സഹായിക്കാനൊക്കെ വരുമെന്ന്. അപ്പൊ ഞാൻ പൊക്കത്ത് തുണിയിടാൻ വേണ്ടി പോയപ്പോഴേക്കും കുഞ്ഞു സോടി വന്ന് അമ്മ ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് ആള് വരും. അപ്പൊ അതാണ് ഈ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നനഞ്ഞത് എടുക്കരുത്, നനയാത്തത് നോക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പൊ എത്ര ഉള്ള വീഡിയോ. അപ്പൊ ബൈ.